മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുമ്പോഴും അലങ്ങാപ്പാറ നയവുമായി സംസ്ഥാന സർക്കാർ. സംസ്ഥാന വനം വന്യജീവി വകുപ്പ് ഓരോ വർഷവും പുറത്തിറക്കേണ്ട ഔദ്യോഗിക റിപ്പോർട്ടുകൾ വൈകുന്നു. കേന്ദ്ര സർക്കാർ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്ത് വിടുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ മെല്ലെപ്പോക്ക്. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസവും കാട്ടാന ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞത് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ 6 മനുഷ്യജീവനുകളാണ് കാട്ടാന മാത്രം എടുത്തത്. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുമ്പോഴും അനങ്ങാപ്പാറ നയമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. സംസ്ഥാന വനം വന്യജീവി വകുപ്പ് ഓരോ വർഷവും പുറത്തിറക്കേണ്ട ഔദ്യോഗിക റിപ്പോർട്ടുകൾ വൈകുന്നതും അപകടങ്ങൾ വർദ്ധിക്കാനും മനുഷ്യജീവനുകൾ കൂടുതൽ നഷ്ടമാകാനും ഇടയാക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ കൃത്യമായി പുറത്തുവിടാത്തതിനാൽ മുന്നൊരുക്കങ്ങളും തുടർ പദ്ധതികളും താളം തെറ്റി. കേന്ദ്ര സർക്കാർ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക്. സംസ്ഥാന വനം വന്യജീവി വകുപ്പ് ഓരോ വർഷവും പുറത്തിറക്കേണ്ട ഔദ്യോഗിക റിപ്പോർട്ടുകൾ കൃത്യസമയത്ത് പ്രസിദ്ധീകരിക്കാത്തതിലാണ് വ്യാപക പ്രതിഷേധവും ഉയരുന്നത്. 3 വർഷത്തെ റിപ്പോർട്ടുകൾ ബാക്കിയാണ്. കൂടാതെ വനം വകുപ്പ് വെബ്സൈറ്റിൽ രഹസ്യ അപ്ലോഡിംഗും നടത്തിയാണ് കണ്ണിൽ പൊടിയിടൽ. വനം വകുപ്പ് പ്രതിവർഷം പ്രസിദ്ധീകരിക്കേണ്ട ഭരണ റിപ്പോർട്ട്, ഫോറസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് എന്നിവയാണ് നിലവിൽ വർഷങ്ങളായി വൈകുന്നത്. 2022-23 വർഷത്തെ റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. തുടർന്നുള്ള 3 സാമ്പത്തിക വർഷങ്ങളിലെ റിപ്പോർട്ടുകൾ ഇനിയും പ്രസിദ്ധീകരിക്കാൻ ബാക്കിയാണ്. റിപ്പോർട്ടുകളിലെ കാലതാമസം വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളെയും ഈ മേഖലയിൽ നടപ്പിലാക്കേണ്ട കരുതൽ പദ്ധതികളെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാവുകയും ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്യുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ മെല്ലെപ്പോക്ക്. ജനം, തിരുവനന്തപുരം.